ഹലോ ഗൈസ്, വെൽക്കം ടു സ്പെക്ടർ മോട്ടോ വ്ളോഗ്സ്. സോ നമ്മളുടെ ജെൻ 3 ഡ്യൂക്ക് 390യുടെ റൈഡ് റിവ്യൂ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. സോ നമ്മൾ ലാസ്റ്റ് ഒരു വാക്ക് അറൗണ്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. സ്പെക്ക് കാര്യങ്ങളൊക്കെ അറിയാനാണെങ്കിൽ നിങ്ങൾ ആ ഒരു വീഡിയോ പോയി കണ്ടാൽ മതി. ഇതിൽ എനിക്ക് ബൈക്ക് ഓടിച്ചിട്ട് പ്രീവിയസ് വേർഷൻസ് ഓടിച്ചിട്ടുള്ള തോന്നിയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. ഇച്ചിരി നല്ല റോഡ് കിട്ടുന്നുണ്ട്, കൈയെടുത്തൊന്ന് ഓടിക്കാം. അപ്പോൾ നമ്മളുടെ ബൈക്ക് 150 എന്നൊക്കെ പറയുന്ന സ്പീഡ് ഭയങ്കര സിമ്പിളായിട്ടാണ് കേട്ടോ കയറുന്നത്. ഞാനാണെങ്കിൽ ഇപ്പോൾ നമ്മളുടെ പ്രീവിയസ് വെർഷൻസൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ബൈക്ക് എയർ ഫിൽറ്ററൊക്കെ കുറച്ചും കൂടെ വലുതായതുകൊണ്ട് കുറച്ച് ടോർക്കി ആയിട്ടുണ്ട്. പവറൊക്കെ സെയിം ആണ്, കുറച്ചും കൂടെ ടോർക്കി ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ട് തിരിച്ചു പോവാം. നിങ്ങൾക്ക് ലോഞ്ച് കൺട്രോൾ വേണമെങ്കിൽ ഇട്ടിട്ടുള്ളൊരു വീഡിയോ ഞാൻ കാണിച്ചു തരാം. ഇവിടെ വെച്ച് ഒന്ന് കൈ എടുത്ത് നോക്കാം ലോഞ്ച് കൺട്രോൾ ഇട്ടിട്ട്. എനിക്ക് ബാഗൊക്കെ പുറത്ത് ഉണ്ട്, ഞാൻ ബാഗൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ട് ലാപ്ടോപ്പൊക്കെ ഇരിക്കുന്നതുകൊണ്ട് ഇച്ചിരി വെയിറ്റ് ഉണ്ട്. ബാഗ് ഇല്ലായിരുന്നെങ്കിൽ കുറച്ചും കൂടെ ലോഞ്ചിങ് എല്ലാ കാര്യങ്ങളും ബെറ്റർ ആക്കായിരുന്നു എന്ന് തോന്നുന്നുണ്ട്. ഇപ്പോൾ ലോഞ്ച് കൺട്രോൾ ഓണാണ്, ഓണാക്കി ഇട്ടിട്ടുണ്ട്. അതാണ് നമ്മളുടെ ലോഞ്ച് കൺട്രോൾ. സിമ്പിളായിട്ടാണ് നമ്മളുടെ ഈ ഒരു ബൈക്ക് 150 ഒക്കെ കയറുന്നത്. പിന്നെ നമുക്ക് ബൈക്കിൻ്റെ എഞ്ചിനെ കുറിച്ച് തന്നെ സംസാരിക്കാം. നമുക്ക് ഇപ്പോൾ 398cc ആക്കിയിട്ടുണ്ട്. നേരത്തെ 373cc ആയിരുന്നു, ഇപ്പോൾ 398cc ആക്കിയിട്ടുണ്ട്. പിന്നെ നമുക്ക് എയർ ഫിൽറ്ററും കൂടെ വലുതാക്കിയിട്ട് കുറച്ച് പവർ കൂടുതൽ കിട്ടുന്നുണ്ട്. നമുക്ക് ബൈക്കിൻ്റെ എഞ്ചിൻ്റെ സൈഡിൽ നിന്ന് വൈബ്രേഷൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹാൻഡിൽ ബാർസിൽ ഹയർ RPM റിവ് ചെയ്ത് കയറുമ്പോഴത്തേക്കും നമ്മളുടെ മിറേഴ്സിലൊക്കെ കുറച്ച് വൈബ്രേഷൻ വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഫുഡ് പെഗിലും വരുന്നുണ്ട്. അത് മിക്ക ബൈക്സിലും, സിംഗിൾ സിലിണ്ടറിലും മിക്ക ബൈക്സിലും ഈ സെഗ്മെൻറ്റിൽ വരുന്നുണ്ട്. 200 ആയാലും ഏതിലായാലും വരും. പിന്നെ ബൈക്കിൻ്റെ റൈഡ് ഫീൽഡ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൂപ്പറാണ്. നമുക്ക് റൈഡ് ബൈ വയർ വരുന്നുണ്ട്. സോ ത്രോട്ടിൽ റെസ്പോൺസൊക്കെ മാരകമാണ്. പിന്നെ നമുക്ക് ഈ ബൈക്കിൽ ഹീറ്റിംഗ് എവിടെ നിന്നെങ്കിലും വരുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പ്രീവിയസ് ജനറേഷൻ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഈ ബൈക്കിൽ ഹീറ്റിംഗ് കുറവായിട്ടാണ് ഫീൽ ചെയ്തത്. സോ പിന്നീട് വേറെ ഉള്ളത് ബൈക്ക് റിഫൈൻഡ് ആണോ അല്ലേ എന്നുള്ളത്. ബൈക്ക് നമ്മളുടെ BS3 BS4 ഒക്കെ വെച്ച് നോക്കുമ്പോൾ കുറച്ച് നല്ല റിഫൈൻഡ് ആണ്. നിങ്ങൾക്ക് ആ ഒരു ബൈക്സ് ഒന്നും പയ്യെ ഓടിക്കാൻ പറ്റത്തില്ലായിരുന്നു. ഞാനിപ്പോൾ ഒരു 6th ഇട്ടിട്ട് 60-ലൊക്കെയാണ് പോകുന്നത്. എൻജിന് യാതൊരു വിധത്തിലുള്ള നോക്കിങ്ങോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. നമ്മൾ പഴയ ബൈക്സിലൊക്കെ ആണെങ്കിൽ ഒരു 80ക്ക് മുകളിൽ പോയാൽ നമുക്ക് 6th ഗിയർ ഇടാൻ പറ്റുള്ളൂ. പക്ഷേ ഇത് നമുക്ക് ഒരു 6th ഒക്കെ ഇട്ട് 60-ലൊക്കെ ഇങ്ങനെ പോകാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ഇലക്ട്രോണിക്സിൻ്റെ സൈഡ് വരികയാണെങ്കിൽ കുറേ ഇലക്ട്രോണിക്സ് ഉണ്ട്. ഇതിലിപ്പോൾ റൈഡ് ബൈ വയർ, ഡ്യുവൽ ചാനൽ ABS, സ്വിച്ചബിൾ ABS ആണ് കേട്ടോ. ബാക്ക് ഓഫ് ചെയ്യാൻ പറ്റും. ട്രാക്ഷൻ കൺട്രോൾ വരുന്നുണ്ട്. പിന്നെ ഫുൾ എല്ലാം വരുന്നുണ്ട്. നിങ്ങൾക്ക് ലോഞ്ച് കൺട്രോൾ വരും. പിന്നെ 3 റൈഡിങ് മോഡ്സ് വരുന്നുണ്ട്. റെയിൻ, പിന്നെ നമ്മളുടെ ട്രാക്ക്, റോഡ്. ഞാനിപ്പോൾ ഓടിക്കുന്ന ട്രാക്ക് ഇട്ടിട്ടാണ്. ലോഞ്ച് കൺട്രോൾ എങ്കിലേ കിട്ടുള്ളൂ. ഇപ്പോൾ ലോഞ്ച് കൺട്രോൾ കാണിച്ചു തരാനായിട്ട് ഞാൻ ട്രാക്ക് ഇട്ടതാണ്. പിന്നെ സസ്പെൻഷൻ്റെ സൈഡ് നോക്കുകയാണെങ്കിൽ സസ്പെൻഷൻ ഇതിപ്പോൾ ഒരു മോഡറേറ്റ് ആയിട്ടുള്ള രീതിക്കാണ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. നമുക്കിപ്പോൾ ഇതിൽ അഡ്ജസ്റ്റബിൾ ഫ്രണ്ട് ആൻഡ് ബാക്ക് അഡ്ജസ്റ്റബിൾ സസ്പെൻഷനാണ് വരുന്നത്. സോ നമുക്ക് ഇതിപ്പോൾ ഒരു മോഡറേറ്റ് ആയിട്ടുള്ള ഒരു രീതിക്കാണ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. പിന്നെ മൈലേജിൻ്റെയൊക്കെ കാര്യം ഈ ഒരു ബൈക്കിൻ്റെ സൈഡിൽ നിന്ന് നോക്കുകയാണെങ്കിൽ സിറ്റി റൈഡ്സിലൊക്കെ ഒരു 20 ഒക്കെ പ്രതീക്ഷിച്ചാൽ മതി. ഹൈവേയിൽ വരുമ്പോഴത്തേക്കും നമുക്കൊരു 30 to 35 ഇടയ്ക്കൊക്കെ നിൽക്കും.
അതിൽ കൂടുതലൊന്നും കിട്ടാൻ ചാൻസ് ഇല്ല എനിക്ക്. സിറ്റി പിന്നെ നമ്മൾ ഇതേപോലെയൊക്കെ ഒരു 80-90 ഹൈവേയിൽ ക്രൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല മൈലേജ് കിട്ടും കേട്ടോ. പിന്നെ നമ്മൾ ഞാനിപ്പോൾ നേരത്തെ കൈ കൊടുത്ത് ഓടിച്ച പോലെയൊക്കെ ഫുൾ ത്രോട്ടിൽ ഓടിക്കുകയാണെങ്കിൽ മൈലേജ് കിട്ടത്തില്ല. മൈലേജ് നിങ്ങൾ നോക്കേണ്ട ആവശ്യമേ ഇല്ല. ബൈക്കിൻ്റെ ക്ലച്ച് ഫീലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ക്ലച്ച് ലൈറ്ററായിട്ടാണ് ഫീൽ ചെയ്തത്. എനിക്ക് അങ്ങനെ ഹെവി ആയിട്ട് ഒരു ബൈക്സിലും ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല. നമ്മുടെ BS6 BS4 ആ ഒരു വേരിയൻ്റ് 390 ഒക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കൊക്കെ ലൈറ്ററാണ്. അതും ലൈറ്ററായിരുന്നു. എനിക്ക് ഇത് ഹെവി ആയിട്ടൊന്നും ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ നമുക്ക് വരുന്ന ഹെഡ്ലൈറ്റാണ്. ഹെഡ്ലൈറ്റിൻ്റെ വിസിബിലിറ്റി ആണെങ്കിൽ നൈറ്റ് അത്യാവശ്യം വിസിബിലിറ്റി ഉള്ള ഒരു ഹെഡ്ലൈറ്റാണ്. എനിക്ക് ഇതിൽ ടിൻറ്റ് ചെയ്തിട്ടുണ്ട്. ടിൻറ്റ് ചെയ്തിട്ട് എനിക്ക് അത്യാവശ്യം നല്ല വിസിബിലിറ്റി ഉണ്ടായിരുന്നു. ഇതിൻ്റെ പ്രീവിയസ് ഓണർ ടിൻറ്റ് ചെയ്തതാണ്. സോ ഹാൻഡിൽ ബാർ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം വൈഡായിട്ടുള്ളൊരു നല്ലൊരു ഹാൻഡിൽ ബാറാണ്. ഇപ്പോൾ എൻ്റെ സീറ്റിംഗ് പോസ്റ്ററൊക്കെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അപ്രൈറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. എനിക്കങ്ങനെ ബാക്ക് പെയിനോ കാര്യങ്ങളോ ഒന്നും ഫീൽ ചെയ്യുന്നില്ല. സോ നിങ്ങൾക്ക് സ്പോർട്ടി ആയിട്ടിരുന്ന് ഓടിക്കണമെങ്കിൽ സ്പോർട്ടി ആയിട്ട് ടക്കിൻ ചെയ്തൊക്കെ ഇരുന്ന് ഓടിക്കാൻ പറ്റും. അല്ലാതെ സ്ട്രെയിറ്റ് ആയിട്ട് ഇപ്പോൾ ടൂറിങ്ങിനാണെങ്കിൽ ഇതേപോലെ കൊണ്ടു കിടക്കാൻ പറ്റും. സോ ഇത് എല്ലാത്തിനും ടൂറിങ്ങിനും നിങ്ങൾക്ക് ട്രാക്ക് യൂസിനും എല്ലാത്തിനും പറ്റിയൊരു ബൈക്കാണെന്ന് ഞാൻ പറയും. പിന്നെ നമുക്കിതിൻ്റെ ബ്രേക്സിൻ്റെ സെഗ്മെൻറ്റിൽ വരികയാണെങ്കിൽ ബ്രേക്സ് ഈ സെഗ്മെൻറ്റിലെ ബെസ്റ്റ് ബ്രേക്സ് എന്ന് ഞാൻ ഒരു ഡൗട്ടും ഇല്ലാതെ പറയും. നമുക്ക് അപ്രിലിയയുടെ 457 ആയാലും ബാക്കി വേറെ 310 സീരീസിലൊക്കെ ബ്രേക്സ് ആയാലും അതൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും അതിൻ്റെ ഒന്നും ഫാർ ബെറ്റർ ആയിട്ടുള്ള ബ്രേക്സാണ്. ഈ ബൈക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന പവർ പിടിച്ചു നിർത്താനുള്ള ബ്രേക്ക് KTM ഇതിന് കൊടുത്തിട്ടുണ്ട്. പിന്നെ സീറ്റിംഗ് കംഫേർട്ട് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സീറ്റിങ് ഇപ്പോൾ സീറ്റ് അത്യാവശ്യം ഹാർഡാണ്. കുറച്ചും കൂടെ വൈഡായിട്ടുള്ളൊരു സീറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ പില്ലിയൻ സീറ്റ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ പില്ലിയൻ അത്രയ്ക്ക് അങ്ങ് പില്ലിയൻ ഫ്രണ്ട്ലി ആണെന്ന് പറയാൻ പറ്റത്തില്ല. അത്യാവശ്യം നിങ്ങളുടെ ഫ്രണ്ട്സ് ഫാമിലി മെമ്പേഴ്സിനെയൊക്കെ കൊണ്ട് പോകാൻ പറ്റും. പിന്നെ നിങ്ങളുടെ വീട്ടുകാരെയൊക്കെ കൊണ്ടുപോകുന്നത് പാടാണ്, എന്നാലും കൊണ്ടുപോകാൻ പറ്റും. ഇപ്പോൾ വീട്ടിലെ അമ്മയും അച്ഛനെയൊക്കെ കൊണ്ടുപോകാനാണെങ്കിൽ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. നിങ്ങളെ ഫ്രണ്ട്സിനെയോ സിസ്റ്ററിനെയൊക്കെ കൊണ്ടുപോകുമ്പോൾ ഒരു കുഴപ്പമില്ല. പിന്നെ ക്വിക്ക് ഷിഫ്റ്റർ, ഇതിൽ ക്വിക്ക് ഷിഫ്റ്റർ നമ്മളുടെ BS6 വന്ന ക്വിക്ക് ഷിഫ്റ്ററൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും അത്യാവശ്യം ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. നല്ല ക്വിക്ക് ഷിഫ്റ്റേഴ്സാണ് വരുന്നത്. ഞാനിപ്പോൾ ഒന്ന് ഷിഫ്റ്റ് ചെയ്ത് കാണിച്ചു തരാം. ബൈ ഡയറക്ഷണൽ കിക്ക് ഷിഫ്റ്ററാണ് വരുന്നത്. നിങ്ങൾക്ക് അപ്പ് ഷിഫ്റ്റ് ആൻഡ് ഡൗൺ ഷിഫ്റ്റ് ഇത് ചെയ്യാൻ പറ്റും. കുറച്ചും കൂടെ അങ്ങോട്ട് നല്ല റോട്ടിൽ കയറിയിട്ട് ഞാൻ കാണിച്ചു തരാം. നമ്മളുടെ പ്രീവിയസ് ജനറേഷനൊക്കെ ഞാൻ RC 390 ആയാലും ഡ്യൂക്ക് 390 ഒക്കെ ഓടിച്ചപ്പോഴത്തേക്കും അത്ര ഒരു സ്മൂത്തറായിട്ടുള്ളൊരു ഗിയർ ഷിഫ്റ്റ് അല്ല എനിക്ക് ഫീൽ ചെയ്തത്. പക്ഷേ ഈ ഒരു വെർഷനിൽ അവർ കുറച്ചും കൂടെ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. അത്രയും അങ്ങ് 100% പക്ക പെർഫെക്റ്റ് ആയിട്ടുണ്ടെന്ന് ഞാൻ പറയുന്നില്ല, ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ട്രാക്ഷൻ കൺട്രോൾ ഇതേപോലെ മണ്ണൊക്കെ ഉള്ള റോഡിൽ ഉപകാരപ്പെടും കേട്ടോ, ബാക്ക് വീല് സ്പിന്നാവാതിരിക്കാനായിട്ട്. ഞാനിപ്പോൾ ക്വിക്ക് ഷിഫ്റ്റർ ഇട്ടൊന്ന് ഷിഫ്റ്റ് ചെയ്ത് കാണിച്ചു തരാം. ഈ ഷിഫ്റ്റ് ചെയ്തതൊക്കെ ക്വിക്ക് ഷിഫ്റ്റ് ഇട്ടിട്ട് അപ്പ് ഷിഫ്റ്റ് ചെയ്തതാണ്. നമുക്ക് ഡൗൺ ഷിഫ്റ്റും ചെയ്യാൻ പറ്റും. ഇപ്പോൾ 5th ആയി, 4th ആയി. ബൈക്കിൻ്റെ ഓൺ റോഡ് പ്രൈസ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു 4.10 lakh ഓൺ റോഡ് പ്രൈസ് വരുന്നത്. ഇൻക്ലൂഡിങ് ഇൻഷുറൻസ്, ടാക്സ് എല്ലാം ഇൻക്ലൂഡഡ് ആയിട്ടാണ്. നമുക്ക് ട്രിവാൻഡ്രത്തെ പ്രൈസാണ് കേട്ടോ, വേറെ ഡിസ്ട്രിക്റ്റിലെ പ്രൈസ് എനിക്കറിയത്തില്ല. ചെറിയ വേരിയേഷൻസൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ 2 കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ള, ഈ അറ്റ്ലാന്റിക് ബ്ലൂ പിന്നെ ഇലക്ട്രോണിക് ഓറഞ്ച്. ബട്ട് എനിക്ക് 2 കളറും ഇഷ്ടപ്പെട്ടായിരുന്നു. ഇലക്ട്രോണിക് ഓറഞ്ച് കുറച്ചും കൂടെ ഭയങ്കര ഓറഞ്ചാണ്, നമുക്കതിൻ്റെ സീറ്റൊക്കെ ഓറഞ്ചാണ്. പിന്നെ ഈ ഒരു വണ്ടിയുടെ വെയിറ്റ് വരുന്നത് 168 kg ആണ്. 168 kg എനിക്ക് അത്ര ഭയങ്കര ഹെവി ആയിട്ടുള്ളൊരു ബൈക്കായിട്ടൊന്നും ഫീൽ ചെയ്തില്ല. പിന്നെ വണ്ടി നല്ല ഫ്ലെക്സിബിളാണ്, നമുക്ക് എങ്ങനെ വേണോ എടുത്തുകൊണ്ട് പോകാനുള്ളൊരു കോൺഫിഡൻസ് തരുന്നുണ്ട്. പിന്നെ നോക്കുമ്പോഴത്തേക്കും നമ്മളുടെ സീറ്റ് ഹൈറ്റ് വരുമ്പോൾ എനിക്ക് ചെറിയ പ്രശ്നമായിട്ട് തോന്നുന്നുണ്ട്. എനിക്ക് ഒരു 800 mm ആണ് ഇതിൻ്റെ സീറ്റ് ഹൈറ്റ് വരുന്നത്. എൻ്റെ ഡ്യൂക്ക് 250 ഒക്കെ 820 mm ആയിരുന്നു.
ഇതിലൊരു റേസർ വാങ്ങി വെച്ചാൽ സീറ്റ് ഹൈറ്റ് കൂട്ടാൻ പറ്റും. അപ്പോൾ അത്യാവശ്യം നിങ്ങൾ ഹൈറ്റൊക്കെ ഉള്ള ഒരാളാണെങ്കിൽ ഷോറൂമിൽ ഒരു അഡീഷണൽ ഫിറ്റിംഗ് ആയിട്ടാണ് അത് കൊടുക്കുന്നത്. അത് വാങ്ങി വെച്ചാൽ മതി. പിന്നെ ഇപ്പോൾ നമ്മളുടെ ഗ്രൗണ്ട് ക്ലിയറൻസ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗ്രൗണ്ട് ക്ലിയറൻസ് അടിയൊന്നും തട്ടുന്നില്ല. നമ്മളുടെ BS4-ലും BS3-ലും അടി തട്ടുന്ന ഇഷ്യൂ ഇല്ലായിരുന്നു. പിന്നെ ഈ അടി തട്ടുന്ന ഇഷ്യൂ വന്നത് BS6-ലായിരുന്നു. BS6-ൽ ബെൻ പൈപ്പൊക്കെ അടിയിൽ കൂടെ പോയപ്പോഴത്തേക്കും ഹീറ്റിംഗ് കുറയ്ക്കാനായിട്ട് ചെയ്തതാണ് അത്. പക്ഷേ ഗ്രൗണ്ട് ക്ലിയറൻസിൻ്റെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാക്കിയായിരുന്നു അന്ന്. ചുമ്മയൊക്കെ ഹമ്പ് കയറുമ്പോഴത്തേക്കൊക്കെ അടി തട്ടുന്ന ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. ഇതിന് ഞാൻ ഒരു ഇഷ്യൂ ഫേസ് ചെയ്തിട്ടില്ല ഇതുവരെ. ബൈക്കിൻ്റെ സർവീസ് കോസ്റ്റ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഒരു 3500 to 4500 ആ ഒരു റേഞ്ചിലൊക്കെയാണ് നോർമൽ സർവീസ് കോസ്റ്റ് വരുന്നത്. വേറെ ഒന്നും ചേഞ്ച് ചെയ്യാനില്ലെങ്കിൽ. ബ്രേക്ക് പാഡൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് ഉള്ളതാണ് കേട്ടോ. ഒരു 2000-3000 ഇടയ്ക്ക് ഫ്രണ്ട് ബ്രേക്ക് പാഡ്സിൻ്റെയൊക്കെ റേറ്റ് വരുന്നുണ്ട്. അതല്ലാതെ നമ്മൾ ജനറൽ സർവീസ്, ഓയിൽ ചേഞ്ച്, ഓയിൽ ഫിൽറ്റർ, എയർ ഫിൽറ്റർ, പെട്രോൾ ഫിൽറ്റർ അങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ ചേഞ്ച് ചെയ്യാനാണെങ്കിൽ ഞാൻ പറഞ്ഞ ഈ ഒരു റേറ്റ് ആയിരിക്കും, ഇൻക്ലൂഡിങ് ലേബർ വരുന്നത്. ഞാൻ ലാസ്റ്റൊക്കെ 390 കൊണ്ട് സർവീസ് ചെയ്തപ്പോൾ എൻ്റെ ഒരു BS4 390 ഉണ്ടായിരുന്നു. അതൊക്കെ കൊണ്ട് സർവീസ് ചെയ്യാൻ കൊടുക്കുമ്പോഴത്തേക്കും ഒരു 3500 ആ ഒരു റേഞ്ചിലൊക്കെ ആയിരുന്നു എനിക്ക് ആയിക്കൊണ്ടിരുന്നത്. സോ ഈ ഒരു ബൈക്ക് ആർക്കൊക്കെ സൂട്ടാകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 200 to 300 സെഗ്മെൻറ്റിലുള്ള ഒരു ബൈക്ക് ഓടിച്ച് എക്സ്പീരിയൻസ് ഉള്ള ഒരാൾക്ക് ഈ വണ്ടി കിടിലൻ ബൈക്കായിരിക്കും. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഇതിൻ്റെ പവറായാലും ബൈക്കിൻ്റെ ഹാൻഡിലിംഗ് ആയാലും എല്ലാം, ബ്രേക്കിംഗ് ആയാലും എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഗൈസ്, ഈ ഒരു ബൈക്കിൻ്റെ ഹൈവേ ക്രൂസിംഗ് സ്പീഡ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമുക്കൊരു 120-130 പോകാൻ പറ്റും. നിങ്ങൾ പയ്യെ പോകണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു 60 പോകാനും പറ്റും കേട്ടോ, ചെറിയ റോഡ്സിലൊക്കെ 6 ഇട്ടിട്ട്. പിന്നെ ഹൈവേ ക്രൂസിങ്ങിൽ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ഡൊമിനാർ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല സ്റ്റെബിലിറ്റിയൊക്കെ ഉണ്ട്. ഡൊമിനാറാണ് ഈ ഒരു സെഗ്മെൻറ്റിൽ അടിപൊളിയായിട്ട് നമുക്ക് ഹൈവേ ക്രൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബൈക്കെന്ന് ഞാൻ പറയും. സോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഡ്യൂക്ക് 390യുടെ റൈഡ് റിവ്യൂ. പിന്നെ ടയറിൻ്റെ കാര്യം പറയാൻ വിട്ടുപോയി കേട്ടോ. ടയർ വരുന്നത് മെച്ചിലേഴ്സാണ്. മാരക പെർഫോമൻസ് ആണ്. അത്യാവശ്യം നല്ല ഡ്രൈ ഗ്രിപ്പും വെറ്റ് ഗ്രിപ്പും ഉള്ള ടയറാണ്. ലൈഫ് മാത്രം ഇച്ചിരി കുറവായിരിക്കും കേട്ടോ. ഒരു 5000 കിലോമീറ്ററൊക്കെ നോക്കിയാൽ മതി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. ഓക്കെ, സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.